കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. ടിവികെ അധ്യക്ഷൻ വിജയിയെ സിബിഐ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടെ സിബിഐ കുറ്റപത്രം സമർപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയേക്കുമെന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്താണ് കരൂർ കേസിൽ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന ടിവികെയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. അപകടത്തിൽ 41 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയിയെ പ്രതി ചേർക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. കേസിൽ ഫെബ്രുവരി 2ാം വാരത്തോടെ സിബിഐ കുറ്റപത്രം സമർപ്പിക്കും. നിലവിൽ ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് വിജയെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിരുന്നു. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം. 2ാമത്തെ ദിവസമാണ് ഇന്ന് സിബിഐ വിജയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ADGP ഉൾപ്പെടെയുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പുകൾ ചുമത്തിയാകും ഇവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുക. ഈ മാസം 12-ന് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ വിജയ്ക്കെതിരെ നടന്നിരുന്നു. 90 ചോദ്യങ്ങളാണ് സിബിഐ വിജയോട് ചോദിച്ചിരുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ ആവശ്യപ്പെട്ടിരുന്നു. പൊങ്കലിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ആദ്യം നോട്ടീസ് നൽകിയ ദിവസം വരാൻ കഴിയില്ല എന്നത് വിജയ് അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തത്. ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് സിബിഐ നടത്തുന്നത്. പ്രധാനമായും താഴെ പറയുന്ന 3-4 കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിശ്ചയിച്ചതിലും 7 മണിക്കൂറിലധികം വൈകിയാണ് വിജയ് വേദിയിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് വിജയ് ഇത്രയും വൈകിയത് എന്ന കാര്യമാണ് സിബിഐ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. 2, വലിയ ആൾക്കൂട്ടവും തിരക്കും മൂലം പ്രശ്നങ്ങളുണ്ടായിട്ടും അവിടെ എന്തിന് പ്രസംഗം തുടർന്നു വിജയ് എന്ന ഒരു കാര്യമാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത്. തിരക്കൊഴിവാക്കി ആളുകളെ പിരിച്ചുവിടാൻ ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും വലിയ താരം എന്ന നിലയിലും വിജയ്ക്ക് ഇടപെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് വിജയ് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് അടിയന്തരമായി ചെന്നൈയിലേക്ക് വിജയ് മടങ്ങിയത് എന്നതാണ് സിബിഐ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം. അവിടെ നിന്ന് വിജയ് ഒളിച്ചോടി എന്ന തരത്തിലൊക്കെയാണ് അന്ന് വാർത്തകൾ വന്നത്. യഥാർത്ഥത്തിൽ വലിയൊരു ദുരന്തമുഖത്ത് നിന്ന് സ്വന്തം ജീവൻ രക്ഷിച്ച് ഒളിച്ചോടുകയാണ് വിജയ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒളിച്ചോടി എന്നൊരു ചോദ്യം സിബിഐ ചോദിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളാണ് സിബിഐ വിജയിൽ നിന്ന് ചോദിച്ചറിയുന്നത്. ഒപ്പം പോലീസിന്റെ കയ്യിൽ നിന്നുള്ള വിവരങ്ങൾ തേടുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് ചോദ്യങ്ങളിലേക്കും സിബിഐ കടക്കുന്നു. രാവിലെ 11 മണിയോടെയാണ് സിബിഐയുടെ ദേശീയ ആസ്ഥാനത്ത് വിജയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങിയത്. സുപ്രീം കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സിബിഐയിലേക്ക് വിട്ടത്. ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നതാണ് സിബിഐ പറഞ്ഞിട്ടുള്ളത്. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ടിവികെ അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നതിനപ്പുറം വിജയ് എന്ന താരത്തെ കൂടി കാണാനാണ് അവിടേക്ക് ആളുകൾ ഇരച്ചെത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ 2 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും വിജയിയെ സംബന്ധിച്ചുണ്ട്. വിജയിയെ അതുകൊണ്ട് തന്നെ കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. അപ്പോൾ പോലീസിന്റെ മൊഴികളും വളരെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി സിബിഐ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വിജയിയുടെ മൊഴികളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളാണ് ഇനി നടക്കേണ്ടത്. വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് നൽകിയ മൊഴി നടന് കൂടുതൽ തിരിച്ചടിയാകുന്നതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് അറിയിച്ചില്ല എന്നതാണ് പോലീസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. 30,000-ലധികം പേരെത്തിയത് അപകട കാരണമാകാം എന്നതൊക്കെയാണ് പോലീസ് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെ പോലീസിന്റെ മൊഴികളും സ്വാഭാവികമായും വിജയ്ക്കെതിരാകും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പ്രതി ചേർക്കാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതയും സാഹചര്യവും നിലനിൽക്കുന്നു. എന്താണ് ഈ കേസിലെ രാഷ്ട്രീയം എന്നതുകൂടി നോക്കിയാൽ, വിജയെ ചോദ്യം ചെയ്യുന്നതിനിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും എന്ന ആരോപണങ്ങൾ കൂടി ഈ നടപടികൾക്കെതിരെയൊക്കെ ഉയരുന്നുണ്ട്.
നിലവിൽ സാക്ഷി എന്ന നിലയിലാണ് വിജയിയെ വിളിപ്പിച്ചിരിക്കുന്നതെങ്കിലും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രതിപട്ടികയിൽ ഇടം പിടിക്കാൻ എന്ന സാധ്യത കൂടി ഇപ്പോൾ വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ കൂടുതൽ മാറുകയാണ്. ആദ്യം ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ തന്നെ DMK ഇതിൽ സംശയങ്ങൾ ഉയർത്തിയിരുന്നതാണ്. കരൂരിൽ നടന്ന സംഭവത്തിൽ ദില്ലിയിൽ എന്തിന് അന്വേഷണം എന്ന് DMK വക്താവ് ചോദിച്ചിരുന്നു. DMK വക്താവ് ശരവണനാണ് അത്തരമൊരു സംശയം ഉന്നയിച്ചത്. ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഭയപ്പെടുത്താനാണോ എന്ന് ശരവണൻ അണ്ണാദുരൈ ചോദിച്ചു. വിചാരണയും ഇനി ദില്ലിയിൽ നടക്കുമോ എന്ന പരിഹാസവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. CBI നടപടികൾ അന്യായവും നിയമവിരുദ്ധവുമാണെന്നും വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ DMK ആദ്യം മുതൽ തന്നെ ഈ ഡൽഹിയിൽ നടക്കുന്ന അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള സംശയം ഉന്നയിച്ചു വരികയാണ്. ഇപ്പോൾ വിജയ് തന്റെ ഐഡിയോളജിക്കൽ എനിമിയായാണ് രാഷ്ട്രീയ പ്രവേശനത്തിൽ BJPയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. CBIയുടെ ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും ഈ നിലപാടിൽ ഒരു മാറ്റവും വിജയ് വരുത്തിയിട്ടില്ല. ആ നിലപാട് ആവർത്തിക്കുകയാണ് വിജയ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഈയിടെ പുറത്തു വന്ന സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ കഴിഞ്ഞാൽ കൂടുതൽ പേർ പിന്തുണച്ചത് വിജയിയാണ്. തമിഴ്നാട്ടിൽ നിർണായക ശക്തിയായി വിജയുടെ TVK മാറുകയാണ്. തമിഴ്നാട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ BJP പല സഖ്യ സാധ്യതകളും തേടിയിരുന്നു. ആ സാധ്യതകൾക്കുള്ള വരിഞ്ഞുമുറുക്കലാണോ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തുന്നതെന്ന സംശയമാണ് ഉയരുന്നത്. ആ സംശയമാണ് DMKയും ഉയർത്തുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കരൂരിലെ CBI അന്വേഷണവും ജനനായകൻ എന്ന വിജയുടെ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതുമെല്ലാം കൂട്ടിയിണക്കി ഇങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.